ഹായ് ഫ്രണ്ട്സ്, ഞങ്ങള് പല്ല് വെച്ചു, കുളിച്ചിട്ടൊന്നുമില്ല. അതെ, പക്ഷെ മുഖമൊക്കെ കഴുകിയത് കൊണ്ട് കുറച്ച് മേക്കപ്പ് ഇട്ട് ഇപ്പൊ മറ്റേ മ്യൂസിക് വരുന്ന അമ്പി പോലെ ആയില്ലേ. നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഹോം ടൂർ ആണ് കേട്ടോ. എൻ്റെ വീട് കാണിക്കാന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം പുറത്തുനിന്ന് തുടങ്ങാം. ഇത് നമുക്ക് വീട്ടിലേക്ക് വരാനുള്ള വഴിയാണ്. ഒരു ചെറിയ പാലം കിട്ടുന്നുണ്ട്. പാലത്തിൽ കൂടെ കണ്ടില്ലേ സൗണ്ട് ഒക്കെ വരുന്നേ. ഈ കാണുന്ന റോഡ് ഇത് നമ്മളെ ചൂരൽമല ആ ഉരുൾപൊട്ടിയ സ്ഥലമല്ലേ, അങ്ങോട്ടേക്ക് പോകുന്ന റോഡാട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന പാലം. ഇവിടെ ഒരു നല്ല ചെറിയൊരു തോടൊക്കെ ഉണ്ട്. ഇപ്പം ചെറുതായി കാണെങ്കിലും മഴയായി കഴിഞ്ഞാൽ ഇത് നിറഞ്ഞൊഴുകി നമ്മുടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്ന പോലെ ഉണ്ടാവുക. ഈ പാലത്തിൽ നിന്നിട്ട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. പണിയൊന്നും തീർന്നിട്ടില്ല. 2018 വെള്ളം കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് പണി തീർക്കാൻ പറ്റില്ല. ഓണൊക്കെ ഈ മഴ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അത്തടാൻ കുറച്ച് പൂക്കളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ഇപ്പോൾ മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു തോടൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വീട് വെച്ച സമയത്ത് ഇവിടെ അമ്മ കുറച്ച് ചെറിയ മാവും ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല വലുപ്പമായി, പക്ഷേ കായിടാനൊന്നും ആയിട്ടില്ല. ഇവിടെ ഒരു ഇതുണ്ട്, ഇത് മറ്റേ അവക്കാഡോ ആണ്. ഇതിനകത്ത് എന്താണെന്നറിയോ? ഇതിനകത്ത് അമ്മ എന്താ കമ്പോസ്റ്റ് വളമൊക്കെ ഇടുന്നത്. ഇതാ ഇവിടെ ഒരു ചെടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ? ഇതെന്താ, നമ്മൾ ഈ ഓറഞ്ച് കളറിലൊരു ചക്ക ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ ചുളയൊക്കെ ഇട്ട് നല്ല മധുരമല്ലേ. നമ്മിൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ട് അമ്മ നട്ടു വെച്ചിരിക്കുക. ഇതാണ് ആഫ്രിക്കൻ മല്ലി. ഇവിടെ ഒരു വഴിയുണ്ട്, പക്ഷെ ആ വഴി നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ. അപ്പുറത്തെ വീടും താമസക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടുത്തെ ഇതിന് എന്താ കരിമ്പാണ്, ഇത് കാട്ടത്തെ കരിമ്പാണ്. പക്ഷെ ഞങ്ങളിത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വെട്ടിക്കളയും, കാരണം ഞങ്ങൾക്ക് പേടിയാണ്, പുലി വരുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഇവിടെ പുലിയൊക്കെ വരും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇവിടെ പുലിയൊക്കെ ഉണ്ട്. രാത്രി പുലി ഈ തോട്ടുകൂടെ നടന്നു പോകുന്ന പോലത്തെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പുലി മറ്റേ മാനിനെ ഓടിച്ചു പോയില്ലേ, അതുപോലത്തെ സൗണ്ടൊക്കെ രാത്രി കേൾക്കും. ഇത് നമ്മൾ മുല്ലവള്ളി നട്ടിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോൾ സീസൺ അല്ല, അതുകൊണ്ട് ഇതിൽ പൂവൊന്നുമില്ല. ഇവിടെ എല്ലാം മുല്ലവള്ളി ഉണ്ട് ഗായ്സ്. ഇവിടെയുണ്ട്. ഇത് അമ്മ നട്ടു വെച്ചപ്പോൾ ഞാൻ ശരി മതിലിൽ അങ്ങനെ പിടിച്ചു വന്നോട്ട് പറഞ്ഞിട്ട് ഈ ഗേറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പം പൂവിടുന്ന സമയത്തില്ലേ ഇതിൽ നിറച്ച് പൂക്കളാകുമ്പോൾ നല്ല ഭംഗിയെ കാണും. അപ്പോൾ ഇതാ അമ്മേൻ്റെ ഒരു ആറ്റുനോറ്റൊരു ഉണ്ണീനെ കാണിച്ച ഇവിടെ വെച്ചിട്ട് ഇതാ ഒരെണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരേ ഒരു കർമ്മൂസ. ഇതാ വീട്ടിൽ ആരും കണ്ണ് വെക്കാണ്ടിരിക്കാൻ, ഇത് കണ്ണ് വെക്കാൻ മാത്രമൊന്നും ഇല്ല ഈ വീട്ടിൽ. ചുമ്മാ ആൾക്കാരൊക്കെ ഇങ്ങനെ കോലാക്കാക്കി വെക്കില്ല, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സെറ്റപ്പ് അത്. ഇത് കഴിഞ്ഞു പോയൊരു ഐലൈനറൊക്കെ വെച്ച് ഞാൻ തന്നെ വരച്ചതാണ്. ഞങ്ങൾക്കൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ, ഒരു പേരക്കമരൊക്കെ ഉണ്ട്. ഇതൊരു കിണറുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ആ കിണർ വെള്ളം കിട്ടാത്തതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇപ്പോൾ പുതിയൊരു കിണർ ഈ സൈഡിലായിട്ട് ഞങ്ങളിപ്പോൾ പഴുതതാണ്. ഇത് വെള്ളമൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ നോക്കാം. വരുമ്പോൾ തന്നെ വിചാരിക്കുന്നത് ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെയുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ 2018 വെള്ളം കയറിയതിന് ശേഷം പിന്നെ ഓരോ മഴയിലും നമുക്കിവിടെ വെള്ളം അങ്ങനെ കയറും. അതുകൊണ്ട് വീട് പണി ചെയ്ത് തീർക്കാൻ നമുക്ക് തോന്നില്ല. പണി ചെയ്ത് വീടിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കല്ലേ നഷ്ടം, അതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. ഇതാ എല്ലാവരും പുറത്തല്ലേ വയ്ക്കുക, നമ്മൾ ഇവരെ ഉള്ളിൽ തന്നെ വയ്ക്കുക. കാരണം ഇവിടെ പുലിയുള്ളതുകൊണ്ടേ ഇവരെ നമുക്ക് പുറത്ത് വയ്ക്കാൻ ഇഷ്ടമല്ല, ആരെങ്കിലും പിടിച്ചാലോ. ഇതൊക്കെ എൻ്റെ അനിയത്തി ബോറടിക്കുന്ന ടൈമിൽ മണ്ണൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. കയറി വരുന്നവിടെ ഇവിടെ ഒരു സോഫയുണ്ട്, അവിടെ ഒരു സോഫയുണ്ട്. അപ്പോൾ നമ്മൾ അമ്മേനോട് പറഞ്ഞു എന്തെങ്കിലും തുണി വിരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. എന്താ വേറൊരാളിത് ഇവിടെ ഇരിക്കണേ. എന്ത് പറ്റി റൂബി, ക്ഷീണം പിടിച്ചോ? രാവിലെ കൊടുത്ത ദോശയൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ നമുക്ക് ഇവിടെ നല്ല ഭംഗിയിൽ ഓരോ ഡിസൈൻസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു TV ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ എൻ്റെ അനിയത്തിയുടെ ഡ്രോയിങ്ങാണ്. അവളൊരു കലാകാരിയാണ്, പക്ഷേ പോപ്പുലാരിറ്റി ആവാത്തൊരു കലാകാരിയാണ്. കാരണം എത്ര വരച്ചിട്ടാലും അവളുടെ ചാനൽ ആരും കാണാറില്ല, അവളങ്ങനെ ഫേമസ് ആവുന്നുമില്ല. പക്ഷെ വരയ്ക്കുന്നതെല്ലാം അതേപോലെ തന്നെ വരാറുണ്ട്. കണ്ടില്ലേ, എല്ലാ ഫേസും കറക്റ്റ് ആയിട്ടുണ്ടല്ലേ.
മേലെ നിൽക്കുന്ന അവളാണ് ഇതൊക്കെ വരച്ചത്. ഇല്ല നാഗവല്ലി എന്താ ആ മുഖം അതേപോലെ തന്നെ ഉണ്ട്. ഇത് സുശാന്ത് വരച്ചപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് വരച്ച. ഈ വെള്ളം കയറിയതുകൊണ്ട് കണ്ടില്ലേ, ഈ സൈഡൊക്കെ നമുക്കിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരും. ഈ ഭാഗത്തൊക്കെ വെള്ളമൊക്കെ പൊളിഞ്ഞ് ഇതാവും. ഇവിടെ റൂമുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇനി നമുക്ക് ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തിലെ തയ്യൽ പിശി കിട്ടിയോണ്ട് അതിൽ നമുക്ക് തയ്ക്കാം കേട്ടോ. ഇവിടെയൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വീട് മൊത്തത്തിൽ പൊളിഞ്ഞ് പോകുന്നതാണ് തോന്നുന്നത്. നല്ല ബോറടിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഡ്രോയിങ് ചെയ്യും, പിന്നെ സിനിമ കാണും, പിന്നെ ഇടയ്ക്ക് ഇതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തയ്ക്കും. ഞങ്ങൾ കാണുന്നില്ലല്ലോ. മേലെ എന്തൊക്കെയാളെ നോക്കാൻ പോവാം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സംഭവമായിരുന്നു ഉണ്ടല്ലേ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റേ വഞ്ചിപ്പാട്ടിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു. വഞ്ചി പോലും ഇല്ലാണ്ട് വെള്ളവും കാണാത്ത ഞങ്ങൾ സെക്കൻഡ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇതും എൻ്റെ അനിയത്തി വരച്ചതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊന്നും വരയ്ക്കാറില്ല, എനിക്ക് കഴിവൊന്നുമില്ലേന്ന്. പക്ഷെ ഞാൻ വരയ്ക്കും, പക്ഷെ ഇതുപോലെ ഒന്നും വരയ്ക്കില്ല. നമുക്ക് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു ഷോർട്ട് വീഡിയോ പോലെ നമുക്ക് ചെയ്യാം. ഒരു എക്സിബിഷന് പോയി കാണുന്ന പോലെ എൻ്റെ അനിയത്തി വരച്ച ചിത്രങ്ങളൊക്കെ നമ്മൾ ഈ ചുമരിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് തലേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്ന പോലെ. എല്ലാം നല്ല കഴിവുള്ള കുട്ടിയാണ്. പറഞ്ഞിട്ടെന്തായാലും എന്ത് ചെയ്തിട്ടും ഫേമസ് ആവുന്നില്ല. ഞാൻ തന്നെ എന്നെ വരച്ച് വെച്ചിരിക്കുകയാണ്. ഞാനും ഉണ്ടായിരുന്നു അതുപോലെ. അവളുടെ കൂടെ നിൽക്കണ ഒരു ഫോട്ടോ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ വരച്ചില്ല. അതുകൊണ്ടാണ് അവളുടെ മാത്രം വലുതായിട്ട് അവിടെ ഇരിക്കണം, എൻ്റെ ഇല്ലാത്ത. പിന്നെ എനിക്ക് വേണ്ടി വരയ്ക്കാൻ വാങ്ങിയ ഫ്രെയിമിലാണ്. അപ്പോൾ ഇവിടെ വേറൊരാൾ ഇങ്ങനെ ഗ്ലാമറിൽ ഇരിക്കുന്ന കണ്ടില്ലേ, അതങ്ങനെ വന്നതാണ്. അതെന്നാ ഞാൻ വരയ്ക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ബോയ് ഫ്രണ്ടിന് നെയ്മറിനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഞങ്ങൾ ബ്രസീൽ ഫാൻസാണ്. ഇത്തവണ വേൾഡ് കപ്പ് വരുമ്പോൾ ഫുൾ ടൈം ഉറങ്ങാണ്ട് അതിന് മുമ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ബാൽക്കണിയൊക്കെ നോക്കാം. ഇവിടെ നമ്മൾ ഇതുപോലത്തെ ഷീറ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ നല്ല കാറ്റൊക്കെ വരുമ്പോഴേ അതൊക്കെ പറന്നുപോയി. പണിയൊന്നും തീർന്നിട്ടേ ഇല്ല. പണി തീർന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പറ്റുന്നില്ല. പക്ഷികളാണ് കൂടുതൽ വരാം. അതെ, ഇത് ഇവർക്ക് വേണ്ടി നമ്മൾ വിട്ടിരിക്കുക. ഇതിലെ പേരൊക്കെ ഉണ്ടായാലും നമ്മളിപ്പോൾ പറിക്കാറൊന്നുമില്ല, മഴയൊക്കെ ഇല്ല. അപ്പോൾ കിളികൾക്കൊക്കെ തിന്നോട്ടെ തത്തകൾ വരും ഗായ്സ്. ആ കാണുന്ന ഒരു മരം കണ്ടില്ലേ, ഇത് അമ്മ ചാമ്പയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് വെച്ചേ. എനിക്ക് കണ്ടിട്ട് ഞാവൽപ്പഴത്തിൻ്റെ പോലെ തോന്നുന്നു. നിങ്ങൾക്ക് എന്താന്ന് കണ്ടാൽ മനസ്സിലായ കമൻറ്റ് ചെയ്യുക ഗായ്സ്. അതെ, കണ്ടില്ലേ പോകുന്നത്. ഇതൊക്കെ മറ്റേ ഉരുള് പൊട്ടിയ സ്ഥലം കാണാം. ഇത് ആ സൈഡൊക്കെ കണ്ടോ, അതൊക്കെ ഉരുള് പൊട്ടുന്ന സമയത്ത് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ വന്നില്ലേ, അപ്പം ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്ന. നമുക്ക് ഇത്തവണയും പേടിയുണ്ട് മഴയൊക്കെ വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വെള്ളം വരും. ഈ മഴയത്തൊക്കെ നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ കണ്ടില്ലേ, ഓൾറെഡി ഉരുള് പൊട്ടി വന്ന പോലെയാ അവിടെയൊക്കെ മണ്ണെടുത്തിട്ടുള്ളത്. അതൊന്നും ഇടിയാണ്ടിരിക്കട്ടെ, തുടങ്ങിയിട്ടുമുണ്ട്. ഇടിയാണ്ടിരിക്കട്ടെ ഭഗവാന്. ബാക്കിലൊരു മലയുണ്ട്, അവിടെ ആ ഭാഗമൊക്കെയാണ് ഈ മുണ്ടക്കായ് എന്ന് പറയുന്ന ആ ഭാഗം. ഉരുള് പൊട്ടി എന്നൊക്കെ പറയാൻ കിട്ടും. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ ചൂരമ്മലെത്തും. അത് കഴിഞ്ഞിട്ട് 1 കിലോമീറ്ററൊക്കെ പോയാൽ മുണ്ടക്കായ് ആ ഭാഗം കിട്ടും. ഇതൊരു നല്ല വലിയ മരമായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ നല്ല മഴ പെയ്തപ്പോൾ വീട്ടിലേക്കാണ് പൊട്ടി വീണത്. എന്നിട്ട് നമ്മൾ അതൊക്കെ എടുത്ത് കളയുകയൊക്കെ ചെയ്ത്. അങ്ങനെ അയൽവാസി എന്ന് പറയാൻ വീടുകളൊന്നുമില്ല. കണ്ടില്ല, ഈ ഒരു ചെറിയ വീട് മാത്രം. അത് ആദ്യമൊക്കെ താമസിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ആരും വരാറില്ല. കാണുമ്പോൾ തന്നെ പേടിയാവുന്നില്ലേ, അവിടെ ആര് താമസിക്കാൻ വരാനാ. അതുകൊണ്ടില്ല, കിണർ വരെ മൂടിപ്പോയി ഈ കാട് കാരണം. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാർഡ് ഇനി ആർക്കെങ്കിലുമൊക്കെ കാണാൻ അയച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കും. ഞങ്ങൾക്ക് അതൊക്കെ ഒരു രസമല്ലേ. കാരണം നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അതുകൊണ്ട് അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. ബൈ.